പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സർവ്വയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. റിജി പാസ്റ്റർ, നിങ്ങളുടെ വിജയ് പാസ്റ്റർ, അവൻ കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അന്നേരത്തെ അറിയിക്കുന്നു. ഞാൻ ഒട്ടും സമയം കളയാതെ മുന്നോട്ട് പോകുക. കാരണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം വചനം പറഞ്ഞെന്ന് പറഞ്ഞാലും അതിന് എടുത്തതിൻ്റെ 20% പോലും നിങ്ങളോട് ഷെയർ ചെയ്തില്ല. അതുകൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവമേ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അത്രയും സമയമേ നമുക്കുള്ളല്ലോ. അതുകൊണ്ട് അതിനോട് തന്നെ കണ്ടിന്യൂ ചെയ്ത് നിർത്താനൊക്കത്തില്ല, എങ്കിലും ഒന്ന് ഷോർട്ട് മെസ്സേജായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഒരു വാക്യം വളരെ വേഗത്തിൽ വായിച്ചാട്ട് ആമേൻ. എക്സോഡസ്, ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ ആമേൻ 4-ാം അധ്യായം 6-7 വാക്യം. മാംസം പോലെയായി കണ്ടു. മതി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മോശ ദൈവം മോശയുമായിട്ട് ഇടപെടുന്നൊരു വിഷയമാണ്. കാരണം എന്ന് ചോദിച്ചാൽ മോശയെ ദൈവം ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. ഇസ്രായേൽ മക്കളുടെ കഷ്ടത്തിൽ നിന്ന് അവനെ പുറത്തോട്ട് കൊണ്ടുവരുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് മോശ. പക്ഷേ മോശയെപ്പോലെ പേടിത്തൊണ്ടും വേറെ ഒന്നുമില്ല, ഭയങ്കര പേടിയാണ്. നമുക്കറിയാം പാമ്പിനെ കാണുമ്പോൾ ഓടുന്ന മനുഷ്യനാണ്. അതിന് മുകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര പേടിയാണ്. എന്നാൽ ഇവനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ദൈവം അവനൊരു സിംറ്റം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതിന് സിംറ്റം. അവിടെ 2 സിംറ്റമാണ്. ഒന്ന്, അവൻ പറയുക, നിൻ്റെ കൈ എവിടോട്ടിടണം? മാർവിടത്തിലേക്ക് ഇടണം. പുട്ട് യുവർ ഹാൻഡ് ഇൻ യുവർ ബോസം. മാർവിടത്തിലേക്ക് ഇടണം. പെട്ടെന്ന് മാർവിടത്തിലേക്ക് ഇട്ടപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? നിന്ന നിപ്പിൽ അതെന്തായിട്ട് മാറി? അവൻ കുഷ്ഠമായിട്ട് മാറി. പിന്നെ അവനോട് പറയുകയാണ്, പിന്നെ മാർവിടത്തിലിട്ട് അത് പെട്ടെന്നത് റീസ്റ്റോർ ചെയ്യാൻ ഇടയായിട്ട്. എന്താ ഇതിൻ്റെ ദൂത് ഈ മോശയ്ക്ക് ദൈവം കൊടുത്തെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് 2 കാര്യം ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, സഡൻലി സാങ്ക്ടിഫിക്കേഷൻ, പെട്ടെന്നുള്ള ഒരു ശുദ്ധീകരണം വരുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2, സഡൻലി പെട്ടെന്ന് രൂപാന്തരപ്പെടുത്തുക, ട്രാൻസ്ഫോം ചെയ്യുക. എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ അങ്ങ് ഇവിടോട്ട് ഇട്ടപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നവുമില്ലാത്ത ബോഡിയായിരുന്നു. പെട്ടെന്ന് എന്തായിട്ട് മാറി? കുഷ്ഠമായിട്ട് മാറി. എന്നാൽ വേടക്കോട് പിന്നെയും വന്നപ്പോൾ അത് റീസ്റ്റോർ ചെയ്യാനിടയായി. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കാനും അവനെ തേജസ്കരിക്കാനും അധിക സമയമൊന്നും വേണ്ടെന്ന് എത്ര പേര് മനസ്സിലായി? ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇത് എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ നമുക്കിത് റിസീവ് ചെയ്യാൻ? ദൈവം വെച്ച പദ്ധതി എങ്ങനെയാണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് കഴിഞ്ഞ ദിവസം വായിച്ച എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇവിടെ നിങ്ങൾ വായിച്ചല്ലോ. അവിടെ പറയുന്നുണ്ട്, അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. വായിച്ച വാക്യം ഒന്ന്, എബ്രായ ലേഖനം 4-ന്റെ 2-ാമത്തെ വാക്യം. യെസ്, എങ്കിലും അപ്പം നീ ശ്രദ്ധിച്ചേ, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കത് റിസീവ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാൽ വചനം എങ്ങനെ റിസീവ് ചെയ്യുക. അവിടെ ഇരിക്കുക, ദ വേർഡ് വിച്ച് ഹേർഡ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം എന്ന് പറഞ്ഞാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വരുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? അത് അവർ മിക്സ് ചെയ്യുന്നില്ല. ഏതുമായിട്ട്? വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നോർത്ത് നോക്കിയേ, ഒന്ന് ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്. 2, അത് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 2 പവർ ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നിൽ മാൻ പവർ വേണം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ വേണം. ഞാനിത് നിന്ന് പറയാൻ സമയമൊന്നുമില്ല. നിങ്ങൾക്കറിയാം മിക്സിയിലൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, സഹോദരിമാർക്കൊക്കെ അറിയാം എങ്ങനെയാണെന്ന്. കറണ്ട് ഇല്ലെങ്കിൽ അന്നൊരു പണിയും നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ വേണം? ഒരു പവർ വേണം. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഫെയ്ത്ത്, ദെൻ ദ പവർ, പ്രൈസ് ദി ലോർഡ്. ഇത് 3ഉം കൂടെ കൂടുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് ഈ വചനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന മാത്രമല്ല, നിങ്ങളുടെ ഇരിക്കുന്ന വചനം ഇത് ഉപകാരമാക്കി എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. വിശ്വാസത്തിലേക്ക്. വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താ വിശ്വാസമാ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. വേദപുസ്തകം ധരിക്കുന്നു, വിശ്വാസം കൂടാതെ
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. എന്തിനാ ഞാൻ വളരെ രസമായിട്ട് നിങ്ങളോട് പറയാം, വിശ്വാസമില്ലാതെ ഒരു മനുഷ്യന് ഭൂമി ജീവിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുണ്ടോ ഇവിടെ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. ഒന്ന് രസമായിട്ട് നിന്നിരുന്ന് ഞാൻ നിങ്ങളോട് കൂടെ വരാം. വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഇരിക്കുന്ന മോന് അവനെ അങ്ങേറ്റം ഞാൻ അവനെ സിംബോളിക്ക് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ ഈസി ആയിട്ട് ആ ചെയറിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തോ ഉള്ളതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. എന്തോ ഉള്ളതുകൊണ്ടാ അവനെ വിശ്വാസമുണ്ടെന്ന്. എന്തോ വിശ്വാസം? അവൻ്റെ അത് 4 ചെയറിൻ്റെ കാലും പ്രൈസ് ദി ലോർഡ് അത് ഉറപ്പുള്ളതായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ബിൽഡിങ്ങിന് കീഴെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാ ചോദിച്ചാൽ ഇത് താഴോട്ട് വീഴത്തില്ലെന്നുള്ള നമ്മുടെ ഉറപ്പ്. ഇവിടുത്തെ ഗവൺമെൻറ് പറയട്ടെ, ഈ ബിൽഡിംഗ് ഇടിക്കാൻ പോവുക, ആമൻ ഇതിനകത്ത് ഇനി കയറല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ശുശ്രൂഷ നടന്നാലും ആമൻ ഇതിനകത്ത് ആരും കയറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പ്ലെയിനെ കയറുന്ന എന്തുകൊണ്ടോണ്ടാ? പ്രൈസ് ദി ലോർഡ്. തലേ ദിവസവും കേട്ടതാ അവൻ പലതും തകർന്നു പോയെന്ന്, പക്ഷേ ചെല്ലുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഹോട്ടലിൽ ചെന്നിട്ട് ചായ മേടിച്ച് കുടിക്കുന്ന എന്തോ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിൽ കാലെടുത്ത് വെക്കാനൊക്കത്തില്ല. അവൻ സെൻസ് ഉള്ളവരെല്ലാം വിശ്വാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പേരെന്നറിയാമോ? നാച്ചുറൽ ഫെയ്ത്ത് എന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അവൻ പെന്തിക്കോസ്തുകാരന് മാത്രമൊന്നും അല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവർക്കുമുണ്ട്, സകല ജാതികൾക്കുമുണ്ട്. അവൻ പ്ലെയിനെ കയറിയ ചെല്ലേണ്ടത്. അപ്പോൾ നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. നാച്ചുറൽ ഫെയ്ത്ത് അതെല്ലായിടത്തും ഉള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കുമുണ്ട്. ഈ നാച്ചുറൽ ഫെയ്ത്തിൻ്റെ സാക്ഷിയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അവൻ നാച്ചുറലായിട്ട് ദൈവം മനുഷ്യന് ചില കാര്യം വെച്ചിട്ടുണ്ട്. എന്താ നാച്ചുറലായിട്ട്? ഞാൻ പറയാം. അവൻ നാച്ചുറലായിട്ട് വെച്ചിരിക്കുന്നത്, ബുദ്ധിയുള്ളൊരു കൊച്ചു പഠിച്ചാൽ അവൻ അവൻ റാങ്ക് കിട്ടും. അത് പെന്തിക്കോസ്തുകാരന് മാത്രമേ ഉള്ളൂ? അല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുണ്ടോ? അത് നാച്ചുറൽ വെച്ചിരിക്കുക. നാച്ചുറലായിട്ടുള്ളവർക്ക് കിട്ടും. അത് ഏതവർക്കാണേലും കിട്ടും. നമുക്കറിയാം, എത്രയോ പെന്തിക്കോസ്തുകാരെ പോയിട്ട് ക്രിസ്ത്യൻ സ്ഥലത്ത് എത്രയോ പേര് നല്ല ടോപ്പ് ലെവൽ വരിക. പ്രൈസ് ദി ലോർഡ്. നാച്ചുറലായിട്ട് കിട്ടും. ജ്ഞാനം. എന്താ കാര്യം എന്നറിയാമോ? ജ്ഞാനം റിസീവ് ചെയ്യാനായിട്ട് രണ്ട് ഇടമാണ് നമുക്കുള്ളത്. 2 ഇടം. അതിന് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? ഈ ലൂസിഫർ പിശാചാകുന്നതിന് മുമ്പ് ഇവൻ്റെ പേരെന്താണെന്നറിയാമോ? ഒരു കെരൂബ്. അവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. ലൂസിഫർ. ഇവനെ സൃഷ്ടിച്ചപ്പോൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പോകുന്നില്ല, നിങ്ങളെ കൊണ്ടൊന്ന് സ്ലോ ചെയ്ത് വായിപ്പിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമായത്. എങ്കിലും ഞാൻ പറയാം. യഹസ്കേൽ പ്രവചനം നിങ്ങൾ പോയി വായിച്ചാൽ മതി. എടുക്കേണ്ടി 24 അധ്യായം. അവനെ സൃഷ്ടിച്ചപ്പോൾ പറയുന്നത് അവൻ ജ്ഞാനത്തിൽ എങ്ങനെയുള്ളവനാ? ജ്ഞാനത്തിൻ്റെ ടോപ്പാ. പ്രൈസ് ദി ലോർഡ്. അവൻ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവന് 12 വിധ രത്നങ്ങളാണ് ഒത്തിരിക്കുന്നത്. അവൻ ടോപ്പ്. അവിടെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വർണം കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ട്. നമ്മുടെ ഫ്ലഷ് എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. അവനെ സ്വർണ്ണത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇവൻ അങ്ങനെ ദൈവത്തിന് താഴെയായിട്ട് ഇങ്ങനെ ടോപ്പായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരൊരു തോന്നിയത്, ഒരു സ്റ്റെപ്പ് കൂടെ ചാടി കയറി ആരാകാൻ പറ്റും? ദൈവമാകാൻ പറ്റും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്വർഗത്തിൽ ആകെപ്പാടെ ഒറ്റ സ്പ്ലിറ്റിങ്ങേ ഉണ്ടായിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ആരാ ഒപ്പിച്ചെന്നറിയാമോ? ഈ ലൂസിഫറാ ഒപ്പിച്ചേ. അവിടെ ഒരു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ 3-1 ദൂതന്മാരെ കൊണ്ട് അവരെല്ലാം കൂടെ കൂട്ടി അവിടുന്ന് ദൈവത്തിനെതിരായിട്ട് വെച്ചപ്പോൾ ഈ 3-1 അടിച്ചങ്ങ് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ഞാനന്നേരം ചിന്തിക്കുന്ന വിഷയം, എന്നാൽ ഇവനെ എന്നെ മാനസാന്തരപ്പെടുത്താത്തത്? ഞാനൊരു കാര്യം പറയാം. സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നവനെ മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. എത്ര പേർക്ക് സ്വോത്രം പറയാതെ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവനെ 2 പ്രാവശ്യം ഉപദേശിച്ചിട്ട് ബിജോയ് പാസ്റ്റർ എന്നാ ചെയ്യണമെന്നാണ് പറയുന്നേ? അല്ലേ? അവനെ വെച്ചോണ്ടിരിക്കില്ലെന്ന്, എന്നവനെ മാനസാന്തരപ്പെടത്തില്ലെന്ന് അവൻ കളഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത്. അത് സ്വർഗത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവനെ പുറത്തടിച്ചു കഴിഞ്ഞപ്പോൾ പകരം അവനെ എന്തു ചെയ്യുന്നു? ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ അതിൻ്റെ ടോപ്പാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് എന്ത് കൊടുത്തില്ല? ജ്ഞാനസമ്പൂർണത കൊടുത്തില്ല. ജ്ഞാനസമ്പൂർണത ഉണ്ടായിരുന്നു നമ്മളിവിടെ വന്നിരിക്കുമോ? ഹല്ലേലൂയ. ജ്ഞാനസമ്പൂർണത കൊടുത്തില്ല.
പക്ഷെ അവനൊരു ഗിഫ്റ്റ് ദൈവം കൊടുത്തു, മറ്റൊരാളിൽ നിന്ന് ജ്ഞാനം റിസീവ് ചെയ്യാനുള്ള ഗിഫ്റ്റ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലായോ? ഹല്ലേലൂയ. റിസീവ് ചെയ്യാൻ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ടോപ്പ് നിൽക്കുന്നത് രണ്ട് കൂട്ടരാ, രണ്ടുപേരാ. ഒന്നാരാന്നറിയാമോ? സർവശക്തനായ ദൈവം. മറ്റേതാരാ? അവൻ ഈ ലൂസിഫർ. ഇവൻ്റെ രണ്ടിടത്തും ജ്ഞാനമുണ്ട്. ഈ രണ്ടിടത്തുനിന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. രണ്ടിടത്തുനിന്ന് റിസീവ് ചെയ്യാം. ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ സാത്താനിൽ നിന്ന് റിസീവ് ചെയ്യാം. ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്താൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തും. എത്ര പേര് സ്വത്രം പറയാൻ പറ്റുന്നറിയാമോ? അത് ഏത് പെന്തിക്കോസുകാരനാണേലും അവൻ ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം റിസീവ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ സാത്താനിൽ നിന്ന് റിസീവ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് സാത്താൻ്റെ സ്വഭാവം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചിന്തിച്ചു നമ്മുടെ സ്വഭാവം ഏതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇത് ലോകത്തിൻ്റെ ജ്ഞാനം. അപ്പം സാത്താന് അവൻ ഇഷ്ടം പോലെ തരുന്നുണ്ട്, ജ്ഞാനം തരുന്നുണ്ട്. എന്തെല്ലാം നമുക്കറിയാമല്ലോ. ബോംബുണ്ടാക്കുന്നത്, അതിനെ ചെതറിക്കാൻ എത്രയോ പട്ടണങ്ങളിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറുക്കാനും മുടിപ്പാനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് ഏത് കരമാണെന്നറിയാമോ? സാത്താൻ്റെ കരമാ. എന്നാൽ ദൈവമക്കളുടെ കരമെന്ന് പറയുന്നത് ചിലതിനെ ജീവിപ്പിച്ചെടുക്കാനായി. എത്ര പേര് ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചൊന്ന് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ നാച്ചുറൽ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും ഉണ്ട് നാച്ചുറൽ ഫെയ്ത്ത്. എന്നാൽ നമുക്ക് വേണ്ടത് ഫെയ്ത്തിന് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ലോ ഫെയ്ത്ത് ഉണ്ട്. നമുക്കറിയാം, ഞാൻ ചിലപ്പോൾ പറയും പത്രോസ് വെള്ളത്തിൻ്റെ മേൽ നടന്നു. പ്രൈസ് ദി ലോർഡ്. ആ പത്രോസിനെ കർത്താവ് വിളിച്ചത് എന്നതാ? അല്പവിശ്വാസി എന്ന്. വെള്ളത്തിൻ്റെ മേൽ നടന്നത് അല്പവിശ്വാസിയാണെങ്കിൽ നമ്മൾ ആരായിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ആ വിഷയം വേറെ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിറ്റിൽ ഫെയ്ത്ത്. അപ്പോൾ ലിറ്റിൽ ഫെയ്ത്ത് ഉണ്ട്. ലോ ഫെയ്ത്ത് അതാണ് ഈ നാച്ചുറൽ ഫെയ്ത്ത്. അതെല്ലാവർക്കും ഉണ്ട്. അത് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന. കർത്താവിനെ അറിയാം. കർത്താവിനെ അറിയാത്തവരും കർത്താവിൻ്റെ മക്കളാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്തത് മീഡിയം ഫെയ്ത്ത്. മേളിലോട്ട് കയറണം. മീഡിയം ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. മീഡിയം ഫെയ്ത്തിലോട്ട് വരുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫെയ്ത്ത് കൊണ്ട് കഴിയാത്തത്, എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടാത്തതിനെ വചനം ഉപയോഗിച്ച് നിന്റെ വിശ്വാസമായി മിക്സ് ചെയ്തുകൊണ്ട് നിനക്ക് കിട്ടത്തില്ലെന്ന് നീ വിചാരിക്കുന്നതിനെ നേടിയെടുക്കുന്ന വിശ്വാസമാണ് ഒരു ദൈവത്തിൻ്റെ വിശ്വാസം. എത്ര പേര് അതിനുമേൽ സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ നിന്റെ കുഞ്ഞിന് പഠിത്തം അധികമില്ല, വേണ്ട വിധത്തിൽ ഉയർച്ചയില്ല, ചില ജോലി സാധ്യത കിട്ടത്തില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ നീ വചനം അതിൻ്റെ മേൽ മിക്സ് ചെയ്ത് ആത്മാവിലിരുന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് റിസീവ് ചെയ്ത് നീ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതമായി നമുക്ക് വേണ്ടി ലഭിക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ എഴുതിയിരിക്കുകയാണ്, അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് എക്സോഡസിൽ വായിച്ചത്. നാച്ചുറലായിട്ടുള്ള സംഭവമാണ് ദൈവം വെച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും സാന്റിഫിക്കേഷനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ UK-ലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിരിക്കട്ടെ. UK-ലോട്ട് വന്നിരിക്കുക. ഞങ്ങളൊക്കെ വരുന്നുടനെ എല്ലാവരും പറയുന്ന കാര്യം എന്നറിയാമോ? സൂക്ഷിച്ചോണം. ഈ കാലാവസ്ഥ നമുക്ക് എന്താകും? ഇതിനെ ഒന്ന് ഇമ്മ്യൂണിറ്റി പവറിൽ ഇതിനോട്ട് ബന്ധപ്പെടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിന് ദൈവം വെച്ച പദ്ധതി എന്നാണെന്നറിയാമോ? ഒരു പദ്ധതിയുണ്ട്, മനുഷ്യന് മാത്രമുള്ളത്, മനുഷ്യൻ്റെ ഫ്ലഷിന് മാത്രം. ഇവിടെ ഇരിക്കുന്ന ഒരു ചെമ്മരിയാടിനെ കൊണ്ടുവന്ന് ചെന്നൈയിലെ ചൂടത്തോട്ടിട്ടാൽ അധിക ദിവസം കിടക്കത്തില്ല, അത് പോകും. ഊട്ടിലിരിക്കുന്ന ഒരു നല്ല ചെടി കൊണ്ടുവന്ന് ചൂടുള്ളിടത്ത് കുഴിച്ചു വെച്ചാൽ അവിടെ ഇളിർക്കത്തില്ല, ഒരിടത്തുമില്ല. എന്നാൽ മനുഷ്യൻ്റെ ഫ്ലഷിന് മാത്രം ദൈവം വെച്ചിരിക്കുന്ന പദ്ധതി എന്നാണെന്നറിയാമോ? ഏത്
ഐസിനകത്തു കിടക്കാം, ഏത് ചൂടിനകത്തും കിടക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം, അവിടെ ചെല്ലുന്ന ഉടനെ അതിലേക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുവാൻ അല്പസമയം എടുക്കും. അതിന് ദൈവം വെച്ച സിസ്റ്റം ഒരു പനി പിടിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലായോ? ഡോക്ടറെ അടുത്ത് എന്നിട്ട് ഡോക്ടറെ പനി പിടിച്ചെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, ഡോണ്ട് വറി, ഒരു 10 ദിവസം കഴിയുമ്പോൾ പനിയും പോകും, നിനക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ 15, 20, 30 ദിവസം ഒരു പനിയൊക്കെ വന്നിട്ട് നിന്റെ ശരീരത്തെ ഏതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക? ആ ദേശത്ത് പാർക്കത്തക്കവണ്ണം നിന്നെ ട്രാൻസ്ഫോം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതിന് സമയമെടുക്കും. അതിനാണ് പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, മരുന്നൊക്കെ കഴിച്ചിങ്ങനെ പോവുക. അത് നാച്ചുറലായിട്ട് കാര്യമാണ്. എന്നാൽ ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. നീ വന്നിറങ്ങുമ്പോൾ തന്നെ ഹല്ലേലൂയ, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ വചനം അപ്ലൈ ചെയ്യാൻ തയ്യാറായാൽ, നീ ഇറങ്ങുന്ന ഓൺ ദ സ്പോട്ടിൽ ആമേൻ ആ ദേശത്ത് നിനക്ക് പാർക്കത്തക്കവണ്ണം നിന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിച്ചുകൊണ്ട് നീ സ്തോത്രം പറഞ്ഞാൽ ആ വചനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യൻ ലോങ് ടൈം കൊണ്ട് നേടിയെടുക്കുന്നത്, പ്രാർത്ഥിക്കുന്ന വചനമയക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു സെക്കൻഡ് കൊണ്ട് അതിനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതിനെ നമ്മൾ ആത്മാവി ദൈവത്തെ ആരാധിക്കുന്നത്, അതിനെ വചനം കേട്ട് സ്തോത്രം പറയുന്നത്. അവൻ ഈ ദിവസങ്ങൾ ഇനി വലിയ സ്ട്രഗിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യങ്ങളെല്ലാം ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ജോലി ലോകത്തിൽ ആർക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ, നീ വചനം അയക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനം അവൻ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്ക് തന്നിട്ടേ ദൈവം മറ്റൊരാൾക്ക് കൊടുക്കത്തുള്ളൂ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് നമ്മൾ കിടന്ന് മറ്റുള്ളവരൊക്കെ ഉള്ള സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല എന്ന്. പക്ഷെ എന്ത് ചെയ്യണം? വചനം ആക്ട് ചെയ്യാനായിട്ട് നീ അങ്ങ് തുടങ്ങുകയാണ്. അപ്പം എബ്രായത്തിൽ പറയുക, ഇത് മിക്സ് ചെയ്യണം അവൻ ഫെയ്ത്തുമായിട്ട്, വിശ്വാസമായിട്ട്. എന്തോ വിശ്വാസം? ഈ വചനം എൻ്റെ അവകാശമാണ്, ഇത് എനിക്ക് ലഭിക്കും, എൻ്റെ തലമുറയ്ക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിച്ച് എന്ത് ചെയ്യണം? അത് കൺഫസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ നിന്റെ വിശ്വാസത്തിന്റെ ലെവലിൽ നീ മേളിലോട്ട് കയറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? അത് എല്ലാ സ്ഥലങ്ങളിലുമാണ് കേട്ടോ. എല്ലാ സ്ഥലം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച കാര്യമാണ്. നിന്റെ ജോലി സ്ഥലങ്ങളിൽ അവൻ നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ മുമ്പേ പറഞ്ഞതുപോലെ അവൻ പനി പിടിപ്പിക്കാതെ അവൻ നിനക്ക് നിന്റെ ശരീരത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമെന്ന് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തോടെ അവൻ പെട്ടെന്ന് ഇതിൻ്റെ മേൽ രൂപാന്തരം വരുത്താൻ കഴിയും. അത് ഇവിടെ മാത്രമല്ല ഈ രൂപാന്തരത്തിന് ശക്തി വചനം വന്നാൽ ഉടനെ നമുക്കറിയാം, നമ്മൾ ഇവിടത്തേതല്ല പ്രത്യാശ, ഉയരത്തിലുള്ള പ്രത്യാശ. അവൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, ചിങ്കിളിക്കഫനായി കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തി അധിക സമയം എടുക്കത്തില്ല. നിന്റെ വിഷയത്തിന്റെ മേൽ നീ ആമേൻ പറഞ്ഞ് ഇന്ന് ഏത് വിഷയത്തിന്റെ മേലാ ഭാരപ്പെടുന്നത്? ആമേൻ പ്രാർത്ഥിച്ച പോരാ, വചനം അങ്ങോട്ട് അയച്ചിട്ട് പറയണം, ഈ വചനം അതിൻ്റെ മേൽ ഒരു ക്രിയ നടത്തും. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു നിമിഷത്തിനുള്ളിൽ അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വലുപ്പം ഇന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നവർ അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആമേൻ. ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. എൻ്റെ വിഷയം എന്താകട്ടെ, അതൊരു രോഗമാകട്ടെ, അത് കടഭാരമാകട്ടെ, മാനസിക ടെൻഷനാകട്ടെ, ഇത് പകൽക്കാലം വചനത്താൽ ജയം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ചുമ്മാ കിട്ടത്തില്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന നല്ലതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ ഒരു ഗുളിയൊന്നുമല്ല മിക്കവാറും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പാരസെറ്റമോൾ തരും, ആൻറ്റിബയോട്ടിക് തരും, വേദനയുടെ ഗുളിക തരും. ആൻറ്റിബയോട്ടിക് എടുത്ത് കളഞ്ഞേച്ച് പാരസെറ്റമോൾ പോലെ കഴിച്ചുകൊണ്ട് തേങ്ങിയിരിക്കും. ഞങ്ങളെപ്പോഴുള്ളവർ വന്ന് സ്വോത്രം പറ നിങ്ങളുടെ സ്വോത്രം പറ നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ വേടക്കോടാണ് നിങ്ങളെ ഡെവലപ്പിലേക്ക് കൊണ്ടുവരുന്നത്.
ദൈവത്തിൻ്റെ വചനം. അപ്പോൾ എന്തു ചെയ്യണം? നിങ്ങളുടെ വിഷയം ഏതാണോ അതിനുള്ള വേടക്കൂട് കണ്ടെത്തണം. സ്തോത്രം. ഇവിടെ കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ പറയുന്നു, അന്വേഷിച്ച് നോക്ക, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കത്തില്ല. എല്ലാത്തിനും ഇണ. നിങ്ങളിരുന്ന് കരയേണ്ട കാര്യമില്ല. നമ്മുടെ പേരിൽ അധികാരം തന്നിരിക്കുക. ചില ചിന്തിച്ചിട്ട് അറിയാമോ, കർത്താവേ വന്ന് രക്ഷിക്കണ കർത്താവ് വരും. പക്ഷെ കർത്താവ് വരുന്നതിനപ്പുറമായി ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് വന്നല്ല ഇതിൻ്റെ വിജയമെടുക്കുന്നത്, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയെ കൊണ്ടാണ് ഇതിൻ്റെ വിജയമെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സാത്താൻ്റെ മേൽ, സാത്താൻ വരുന്നതിനെടുത്ത് പേടിച്ചിട്ട് അവൻ കരയല്ല. പിന്നെന്തോ ചെയ്യണം? നീ ധൈര്യത്തോടെ പറയണം, കാൽവറിയിൽ അവൻ ശത്രുവിൻ്റെ ആയുധത്തെ അവൻ കാൽക്കൽ വെച്ചേച്ച് എല്ലാ ദിവസവും കർത്താവ് കൂടുണ്ട്. എന്നാൽ കർത്താവ് വന്നല്ല ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവൻ്റെ ആയുധം അവൻ കാൽക്കൽ വെച്ചു, ഇനി ഇവൻ്റെ മേൽ അധികാരമെടുക്കാൻ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാ. അങ്ങനെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എത്ര പേർക്ക് പറയാ, അവൻ എൻ്റെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, അവൻ ദേശത്ത് ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് ഞാൻ എൻ്റെ അധികാരം ഉപയോഗിക്കും. എൻ്റെ സഭ വളരേണ്ടതിന്, എൻ്റെ കുടുംബം ആത്മീകമാകേണ്ടതിന്, എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീകമാകേണ്ടതിന് അവൻ ഏറ്റുപറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവൻ ശത്രു അവൻ്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുമ്പോൾ ഇന്ന് പകൽ ആത്മാവി പറ, അവൻ ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നവർ അവർ ഉറപ്പിച്ചു പറ. ഒന്ന് പറഞ്ഞേച്ചു പോകുകയല്ല, അത് റിപ്പീറ്റ് ചെയ്ത് പറ, ഞാൻ ദൈവത്തിന്റെ പൈതലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കേ, നാച്ചുറലായിട്ട് എല്ലാവർക്കും കിട്ടും. എന്നാൽ അൺനാച്ചുറലായിട്ട് വേണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഈ വചനത്തിൻ്റെ അവൻ ആക്ഷനിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, അതിന് നമുക്ക് വേണ്ടത് ഒന്ന്, അവൻ നമ്മൾ ഡെവലപ്പ് യുവർ അവൻ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? നാച്ചുറൽ ഫെയ്ത്ത് നിൽക്കരുത്. നാച്ചുറൽ ഫെയ്ത്ത് നിന്നാൽ നാച്ചുറൽ ആൾക്കാർ കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സ്തോത്രം. ആമേൻ. ഞാൻ എപ്പോഴും പറയും, നമ്മളാരും മറ്റുള്ളവരുടെ എക്സെപ്ഷൻ അല്ല. ദേശത്തുണ്ടാകുന്ന സകലത്തിനും എക്സെപ്ഷൻ അല്ല. പക്ഷേ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡിൽ നമുക്ക് എക്സെപ്ഷനായിട്ട് നിൽക്കാൻ പറ്റും. ആമേൻ. അവൻ ഉറപ്പുണ്ടോ വലിയൊരുവിടെ? അവൻ എക്സെപ്ഷനായി നിൽക്കാൻ പറ്റും. എങ്ങനെ നിൽക്കാൻ പറ്റും? എൻ്റെ ഉള്ളിൽ ഞാൻ വചനത്താൽ നിറയപ്പെട്ടവനാ. എൻ്റെ ശരീരം വചനത്താൽ കൺഫേം ചെയ്യുക, അത് സയൻറ്റിഫൈ ചെയ്യുക. ഞാൻ വാഗൊണ്ട് പറയുമ്പോൾ അത് സംഭവിക്കാൻ പോകുക. അപ്പോൾ മിക്സ് ചെയ്യണം. ഹല്ലേലൂയ. മിക്സ് ചെയ്യണമെങ്കിൽ പവർ വേണം. ഒന്നിൽ മാൻ പവർ വേണം, ഇല്ലെങ്കിൽ ഇലക്ട്രിക് പവർ വേണം. ഇതിൽ മിക്സ് ചെയ്യാനൊക്കത്തില്ല. സ്തോത്രം. അതിനാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കേണ്ടത്. ഇവിടെ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാ, പരിശുദ്ധാത്മാവകത്തില്ലാത്തവൻ പറഞ്ഞാൽ അത് മിക്സാകത്തില്ല. ഹല്ലേലൂയ. വചനം വിശ്വാസത്തിൽ വർദ്ധിച്ചിട്ട് അത് നിനക്ക് പ്രയോജനമാണെങ്കിൽ ആത്മാവ് നിനക്ക് തുണ നിൽക്കണം. അതെനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരാ വചനം കേൾക്കുന്നുടനെ അവൻ കത്താൻ തുടങ്ങുന്നത്. എന്താ കാര്യം? ഈ വചനം ഒരു സ്പാർക്കിംഗ് ആണ്. The word of God is the power of God. ദൈവത്തിന്റെ വചനമാ ദൈവശക്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ ധൈര്യത്തോടെ പറ, ഈ ശക്തി എൻ്റെ ജീവിതത്തിൽ ചിലത് പുതിയനെ സൃഷ്ടിക്കാൻ പോവുകയാ. നമ്മൾ പലപ്പോഴും പറയും, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അല്ലേ, അവരുടെ നടുവിൽ ഞാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? സ്തോത്രം കേട്ടിട്ടേ പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകുന്നതായിരിക്കും തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് വന്നു നിന്നാൽ പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല. ഈടാ എന്താ ഭാഷ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സിസ്റ്റം അങ്ങനെ. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം എന്താ പറയുന്നത് അറിയാവോ? ഒന്ന് വായിച്ച എല്ലാവരും. യെസ്. എന്തുണ്ടായിരുന്നു? ആഴത്തിൻ്റെ ഇരുളുണ്ട്. പിന്നെ അപ്പൊ അവിടെ എന്തുണ്ട്? ഇരുളുമുണ്ട്,
ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഞാൻ എത്ര വർഷം ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു? എത്ര വർഷം? ആർക്കും അറിയത്തില്ല. കോടാകോടി വർഷം ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒറ്റ സൃഷ്ടിപ്പ് നടത്തിയില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, കോടിക്കണക്കിന് വർഷം ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയെ, അതിൻ്റെ മലയാളം ശരിക്കും ഭാഷ പറഞ്ഞാൽ കോഴി പൊരുന്നിരിക്കുന്ന പോലെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിനറിയാം ഒരിക്കൽ ഇതിൻ്റെ മേലൊരു സൃഷ്ടിപ്പ് നടത്തേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ ഇരുളിതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിനെ പൊരുന്നിരുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയാ. എത്രയോ സന്ദർഭങ്ങളിൽ പിശാച് തകർത്തു കളയാൻ നമുക്കെതിരെ അവൻ കോപ്പ് കൂട്ടിയപ്പോൾ അവൻ തകർന്നു പോകാതെ ഇന്നിവിടെ നിർത്തിയത് എന്തിനാണെന്നറിയാമോ? നിന്നിൽ ഒരിക്കൽ ഒരു ക്രിയേഷൻ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് അവനറിയാ. എപ്പോൾ നീ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ അപ്പോൾ മാത്രമേ ആ ക്രിയേഷൻ വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖനം 11:2 വായിച്ചേ. അവൻ ഓടിച്ചു പറഞ്ഞ അവൻ അല്പം 5 മിനിറ്റ് കൊണ്ട് നിർത്തും. അവൻ പറഞ്ഞാട്ട് അവൻ എബ്രായർ 11:2 വാക്യം. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നിർമ്മിക്കപ്പെട്ടു ദൈവത്തിന്റെ വചനത്തെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എത്ര വർഷം ദൈവത്തിന്റെ വചനമാണോ പൊരുന്നിരുന്നത്? അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നിരുന്നത്. പക്ഷെ ആത്മാവോട് ഒരു വാക്കും ചലിച്ചില്ല. എപ്പോൾ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയെന്നറിയാമോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം അവിടേക്ക് വ്യാപരിച്ചു വന്ന ഭൂമി ആ വചനം എപ്പോൾ റിസീവ് ചെയ്തോ അപ്പോൾ സൃഷ്ടിപ്പ് നടത്താൻ തുടങ്ങി. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കരുത് കുഞ്ഞേ. നീ ഇത് റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത സൃഷ്ടിപ്പ് നടക്കാൻ പോകുകയാ. ഇതുവരെ ശൂന്യത മാറാൻ പോകുകയാ. വിശ്വസിക്കുന്ന അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. അല്ലെങ്കിൽ പിശാച് നിന്നെ ശൂന്യമാക്കി കളയോ. നീ ഇരുട്ടിലായി പോകും, നീ തകർന്നു പോകും. ഇന്ന് പകൽക്കാലം ആത്മാവ് ഹൃദയത്തിനകത്ത് ദൈവത്തോട് പറ, ഐ റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ചലിക്കത്തില്ല. ആത്മാവ് ചലിക്കണമെങ്കിൽ നീ വചനം പറയണോ. ഇതെന്റെ പ്രോമിസാണ്, ഇതെന്റെ അവകാശമാണ്. ദൈവമേ, ഞാനത് റിസീവ് ചെയ്യുന്നു, ഞാനത് വിതയ്ക്കുന്നു. അതെനിക്ക് കൊയ്തെടുക്കാൻ ഇടയാകണോ. അല്പസമയം ആത്മാവിനൊന്ന് റിസീവ് ചെയ്തേ. വചനം റിസീവ് ചെയ്തില്ലെങ്കിൽ നീ ഇരുട്ടിലിരിക്കത്തേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊന്നും ചെയ്യത്തില്ല. If you receive the word of God, the word of God will act upon you. The Holy Spirit will create new things upon you. നിന്റെ മേലൊരു പുതിയത് വരും. അത് വിശ്വസിക്കുന്നവന് മാത്രമേ അത് പ്രാപിക്കാൻ കഴിയുള്ളൂ. ആമേൻ, 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 ആമേൻ. വെറുതെ കൈയടിക്കാതെ ദൈവത്തിന്റെ ആ വചനമകത്ത് റിസീവ് ചെയ്ത് ആത്മാവി കൈയടിച്ച് ചില ശൂന്യത മാറാൻ പോകുക, ചില ഇരുള് മാറാൻ പോകുക. ഇതുവരെ കിളിർക്കാത്തത് എന്റെ ജീവിതത്തിൽ കിളിർക്കാൻ പോകുക. ഇതുവരെ കാണാത്തത് എന്റെ ജീവിതത്തിൽ കാണാൻ പോകുകയോ. വേഗത്തിൽ മുന്നോട്ട് പോയിരിക്കട്ടെ. അങ്ങനെ ഞാനൊരു പറയാം, നമ്മുടെ ഇടയിൽ ആത്മാവിടുണ്ട്, വാഗ്ദത്തം ചെയ്തുകൊണ്ട്. പക്ഷേ ചലിക്കണമെങ്കിൽ നീ റെസ്പോണ്ട് ടു ദ വേർഡ് ഓഫ് ഗോഡ്. യു ടേക്ക് ദ പ്രോമിസ് വേർഡ് എന്നിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു കാര്യം, ഇത് പറയുമ്പോൾ ആമേൽ ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ ലെവലിൽ നിന്ന് നീ മേളിൽ വരണം. ഹല്ലേലൂയ. ഏതായി നാച്ചുറൽ ലെവല്? ലോകമൻ ഇവിടെയൊക്കെ ഡോക്ടർമാരിപ്പുണ്ട്, നേഴ്സുമാരിപ്പുണ്ട്. അവൻ ഒരു ഡോക്ടറെ അടുത്തോട്ട് ഒരു രോഗി ചെല്ലുമ്പോൾ അവർ പറയും, എന്താ പറ്റിയത്? ഇന്നതല്ലേ? ആമൻ നിങ്ങൾ ഭക്ഷണത്തിനകത്ത് പോയിച്ചാൽ അല്ലെങ്കിൽ ഇന്ന കുഴപ്പം. അത് നാച്ചുറൽ വിഷ്ടമാണ്, ലോകത്തിൻ്റെ ജ്ഞാനമാണ്, ലോകത്തിൻ്റെ ജ്ഞാനം. അപ്പം നാച്ചുറൽ ആൾക്കാർക്ക് എന്തുണ്ട്?
ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്. ലോകത്തിൻ്റെ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞ് പഠിച്ചാൽ മിടുക്കനാകാം. ഇവിടോട്ട് വരാനുള്ള പേപ്പേഴ്സൊക്കെ ശരിയായാലും ഇവിടെ കയറി വരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് നാച്ചുറൽ വിഷ്ടത്തിൽ നിൽക്കാനല്ല, അതിന് മേളിലോട്ട് കയറാനാ. സ്വോത്രം സ്വോത്രം. വായിച്ച ഒരു വാക്യം വേഗത്തിൽ, അവന് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ അവൻ വായിച്ചോട്ട്. 1 കൊരിന്തി 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്തി chapter 2 verse 4 and 5. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. Our faith would not rest upon the wisdom of this world. Praise the Lord. മനസ്സിലായോ? ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഡോക്ടറിൽ തന്നെ മരുന്ന് കുറിച്ചതില്ലാത്ത ജ്ഞാനമാണ്. നമ്മളിവിടുത്തെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവർ ഇന്ന് ചെയ്യുന്നത് എന്ന് പറയുന്ന ലോകത്തിൻ്റെ ജ്ഞാനമാണ്. അത് നാച്ചുറല. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം പറയുമ്പോൾ യേശു പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി അത് കിട്ടത്തില്ലെന്ന് ലോകം പറയുമ്പോൾ നീ യേശു പറയരുത്. ആരും ആമേൻ പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നെഗറ്റീവ് പറയുമ്പോൾ യേശു പറയരുത്. എന്നാ കാര്യം? അത് ആമേൻ ഒരു ഫാക്റ്റാ, റിയാലിറ്റിയാ. പ്രൈസ് ദി ലോർഡ്. ലോകം ഫാക്റ്റ് വിളിച്ചു പറയും. പക്ഷേ നമ്മൾ വിളിച്ചു പറയേണ്ടത് ട്രൂത്ത് വിളിച്ചു പറയണം, സത്യം വിളിച്ചു പറയണം. എന്താ സത്യം? സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ലോകം പറയുന്നതല്ല ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ അതിനകത്തുനിന്ന് ഫെയ്ത്തിൽ മേളി വന്നു. അതിൻ്റെ മേൽ വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേ ഐ ആം സ്പീക്കിംഗ് ദാറ്റ് വൺ. അങ്ങനെയെങ്കിൽ അൺനാച്ചുറൽ തിങ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ കഴിയും. വിശ്വസിക്കുന്നവരെല്ലാം ഉണ്ടോ ഇവിടെ? നാച്ചുറലിനപ്പുറേ ഒരു അൺനാച്ചുറലായി നടക്കാൻ പോകുക. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുക, അവർ ഫെയ്ത്ത് വുഡ് നോട്ട് റെസ്റ്റ് അപ്പോൺ ദ വിസ്ഡം ഓഫ് this world, but the power of God. നമുക്ക് മാത്രമുള്ള അവസ്ഥ കേട്ടോ. ലോകം പറയുന്നതിന് ആമേൻ പറയല്ല. ഹല്ലേലൂയ. ലോകം പറയുന്നതിന് ആമേൻ പറയരുത്. ലോകം പറയുമ്പോൾ അകത്ത് കറക്റ്റാ. പക്ഷെ നീ പറയണം, ദൈവത്തിൻ്റെ വചനം ഇതിൻ്റെ മേലൊരു ജയം എനിക്ക് തരും. എല്ലാവരും എന്നോടുണ്ട്. ഒരു വാക്കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ തന്നെ ആമേൻ 2-13 വാക്യം വായിച്ച്. 13 വാക്യം ഒത്തിരി വിശദീകരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഷോർട്ട് ടൈം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ആമേൻ 2-13 വായിച്ചാട്ടെ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. We speak not in the words taught by human wisdom. ലോകത്തിൻ്റെ ജ്ഞാനം പറയുന്നതല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെയോ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചു. ആത്മാവ് പറയുന്നത് പറഞ്ഞുകൊണ്ട് നടക്കൂ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലോകം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ നീ ആമേൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസത്തിൽ കയറാൻ പറ്റത്തില്ല. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നു, അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ വിശ്വാസത്തിന്റെ ലെവലിൽ അൺനാച്ചുറൽ അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഈ ദിവസങ്ങളിൽ ഒരു നാച്ചുറലായിട്ട് ജീവിക്കാനല്ല ദൈവമനെ വിളിച്ചത്. ഒരു അൺനാച്ചുറൽ മിനിസ്ട്രി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അത് ആഗ്രഹിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അങ്ങനെയെങ്കിൽ അത് ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പോകുകയാ. നിങ്ങൾക്കറിയാമോ, ആദ്യ നൂറ്റാണ്ടിൽ അതാ നടന്നത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും ദൈവസഭയെ അവൻ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ എന്നെ അത്ഭുതം നടക്കാത്തത്? നമ്മളിവിടെ നാച്ചുറൽ കിടക്കുകയാ. ഈ ദിവസങ്ങളിൽ കമ്പോൾ പുറത്തോട്ട് വന്നിട്ട് പറ, ഒരു അൺനാച്ചുറൽ മിനിസ്ട്രി ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേര് ഇവിടെ ഉണ്ട്? അവരോട് ഞാൻ ആത്മാവി പറയാ, ഈ കാലഘട്ടത്തിൽ ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഒരു വീട് നോക്കുന്നവരല്ല, ഒരു കാറിന് വേണ്ടി ഇരിക്കുന്നവരല്ല. ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ വെളിപ്പെടുത്താൻ നിന്നെ ദൈവം വിളിക്കുകയാ. അത് ദൈവം ചെയ്യാൻ പോവുകയാ.
ഒരു വാക്കൂടെ വായിച്ചാൽ അവസാനിപ്പിക്കാം. ഹഗ്ഗായി പ്രവാചന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹഗ്ഗായി പ്രവാചന പുസ്തകം, ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 3. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിലെ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ. പണ്ടത്തെ ആലയം പണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ദൈവപ്രവൃത്തി തേജസ്സോടെ ഇറങ്ങി വന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ നമ്മെപ്പോലായി ഇസ്രായേൽ ജനം. അവർക്ക് ലോകത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു, ജാതിലേക്ക് തിരിഞ്ഞു, ദൈവ തേജസ് ആലയത്തിൽ നിന്ന് അങ്ങ് പോയി. അവൻ പ്രവാചകനെ വിട്ട് അവൻ ദൈവം ചോദിക്കുക, അവൻ നിങ്ങളുടെ മുമ്പിലത്തെ വാക്യം, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ആദ്യത്തിൽ എന്തുണ്ടായിരുന്നു? ആലയത്തിന് മഹത്വമുണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ഇറങ്ങിയ ദൈവദാസന്മാരെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി അത്ഭുതങ്ങളാലോ അടയാളങ്ങളാലോ വീര്യപ്രവൃത്തികളാലും ദൈവരാജ്യത്തെ ഉറപ്പിച്ച മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ആ മഹത്വം വിട്ടുപോയി, ആരാധന മഹത്വം വിട്ടുപോയി, പ്രാർത്ഥനയെ മഹത്വം വിട്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അന്നത്തെ മഹത്വം അടുത്തത് കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഞങ്ങളൊക്കെ തൊണ്ട തുറന്ന് പ്രസംഗിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ മഹത്വം പോയി, മഹത്വം പോയി. പണ്ടങ്ങനല്ല. ആ വചനം കേൾക്കുമ്പോൾ റിസീവ് ചെയ്ത് ശത്രുവിൻ്റെ മേ ജയമെടുത്ത് നമ്മുടെ പ്രശ്നത്തിൻ്റെ മേ ജയമെടുത്തൊരു തലമുറ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്, നമുക്ക് വേണ്ടി വഴി തുറന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല, ഓല കെട്ടിടത്തിനകത്തിരുന്ന ചാടുക പരക്കകത്തിരുന്ന ആത്മാവിൽ ആരാധിച്ച ഒരു പിതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ അവരുടെ ഓല കെട്ടിടമല്ല അവരുടെ വിഷയം, ചാടാൻ വഴിയല്ല വിഷയം. ദൈവമഹത്വം ഇറങ്ങി ഒരു നാളുകൾ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ നാടുകൾക്ക് ഒരു ചേഞ്ച് വരുത്തണേ. അവരെ തലമുറയെ ദൈവം മാനിച്ചത് കൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത്. എന്നാൽ ആത്മാവി പറയട്ടെ, നിങ്ങളത് ചിന്തിക്ക, ആ മഹത്വം നിന്റെ അകത്തുണ്ടോ? ഇല്ലെങ്കിൽ സൂക്ഷിച്ചു, ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. കഥ പറയാ, വായിച്ചു നിർത്തിക്കേ. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മുഖത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ശ്രദ്ധിച്ചേ, ഏതുമില്ലാത്തതുപോലെ ഇരിക്കുക. വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. വചനം ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, വചനം പ്രോഫിറ്റബിളായിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഞായറാഴ്ച ഭക്തന്മാരായി വന്ന് കൈയടിച്ച് വെച്ച് പോകുക. ഞാനൊരു കാര്യം പറയാം, ഇവിടെ തിയറിയാണ് പ്രസംഗിക്കുന്നത്, ഇത് പ്രാക്ടിക്കലായി നിങ്ങളുടെ ജീവിതത്തിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. പ്രസംഗിക്കുന്ന ഞാനും എടുക്കണം. ഇത് തിയറി ക്ലാസ്സാണ്. ആമേ, തിയറി ക്ലാസ്സിൽ ജയമെടുത്ത് പ്രാക്ടിക്കലി പരാജയപ്പെടുന്നവരായിട്ട് ഇരിക്കാനല്ല. ഇത് തിയറിയായി എടുത്താൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് മഹത്വം തിരിച്ചു തരാൻ പോകുകയാ. അങ്ങനെയെങ്കിൽ 9-ാമത്തെ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം. അപ്പോൾ ഒന്ന് മുമ്പിലത്തെ മഹത്വം, ഇപ്പോഴത്തെ സ്ഥിതി, ഇനി വരാൻ പോകുന്ന സ്ഥിതി. ദൈവം വിളിച്ചു പറയുക, ഈ ആലയത്തിന്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും, മുമ്പിലത്തിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 9 അവിടെ ഒന്നുകൂടെ വായിച്ചേ. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. എന്നിട്ട് ദൈവം പറയുക, ഞാനിതിനെ കൈവിടത്തില്ല, പണ്ടത്തേതിനേക്കാൾ ഒരു ശക്തിയേറിയ മഹത്വം മടങ്ങി വരാൻ പോകുകയാ. ആ മഹത്വം എൻ്റെ മേൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പഴയ നിയമത്തിന്റെ ആലയം ഇസ്രായേലിന്റെ ആലയമാണെങ്കിൽ നിങ്ങൾ എൻ്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പറ, ഞാനാണ് നിന്റെ മന്ദിരം. എൻ്റെ മന്ദിരത്തിലൂടെ ദൈവമഹത്വം വെളിപ്പെടണം. വിശ്വസിക്കുന്ന അല്പസമയം സ്വത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്പസമയം ഒന്ന് ആരാധിക്കാൻ പോകുക. ഓർഗനിസ്റ്റ് മുന്നോട്ട് വന്നേ. അല്പസമയം നമുക്കൊന്ന് ഓർഗൻ വായിച്ച് ഒന്ന് പാടാം. ആരാ ഓർഗൻ വായിക്കുന്നത്? പ്ലീസ് കം ഫോർവേഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്വത്രം പറഞ്ഞാട്ടെ. എല്ലാവരും സ്വത്രം വന്നാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ അമ്മമ്മേ, അച്ചാച്ചാ, ആമേ, കുഞ്ഞുങ്ങളെ ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ മഹത്വം മടക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ദൈവത്തിന്റെ വചനം അതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ തരാൻ പോകുക. ദൈവത്തിന്റെ വചനം അതിനെ സാന്റിഫൈ ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം എന്റെ അകത്തളങ്ങളിൽ സാന്റിഫൈ ചെയ്യാൻ പോകുക.
ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റോട്ടെ, എല്ലാവരും സ്വോത്രം പറഞ്ഞ് എഴുന്നേറ്റോട്ടെ. അല്പസമയം നമ്മളൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ പോകുക. ആമേൻ. ദൈവത്തിന്റെ വചനം ഇത് പകൽക്കാലം നാച്ചുറൽ ഫെയ്ത്ത് നിൽക്കരുത്. ആമേൻ. നാച്ചുറൽ ഫെയ്ത്ത് നിൽക്കരുത്. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആമേൻ, തകരുന്ന ലോകത്തിന്റെ നടുവിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രി വരാൻ പോകുക, ഒരു ദിവസം വരാൻ പോകുക. ഒരു പാസ്റ്റർക്കും പിടിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ് can receive. Allah deliver you. If you receive the word of God, it can deliver you. അല്പസമയം എല്ലാവരും open your mouth and praise the Lord. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മനോഹരം യാഹേ